ദുനിയാവിന്റെ പച്ചമണ്ണോട് ചേർന്ന് പോയില്ലേ? അതുകൊണ്ട് സഹോദരങ്ങള്, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നീ ചിന്തിക്കാറുള്ളത് എന്താണ്? നാളെ ഇതുപോലെ ഞാനും പോകുമല്ല. അതുകൊണ്ട് ഇവിടെ ചിരിക്കാറുള്ള സ്ഥലമല്ല, ഇവിടെ സന്തോഷിക്കാറുള്ള സ്ഥലമല്ല. ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാ, അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബൈ എന്ന മനോഹരമായ ദിക്റുകൾ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി നിറകണ്ണുകളോട് അല്ലാഹുവോട് പാപമോചനം ചോദിക്കേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് പോലും നമ്മൾ മൊബൈൽ തറയിൽ വെക്കൂലല്ലോ. എല്ലാരും മൊബൈൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് തല ഇങ്ങനെ ഇരിക്കണം എല്ലാരും. യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാ തല തിരിഞ്ഞവൻ. തല തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ സ്വഭാവം തെറ്റുന്നതല്ല, തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ബൈക്കിൽ അതാ പോര് വഴി കഴിഞ്ഞടാ, ഓക്കേടാ ഓക്കെ, തല ഇങ്ങനെ ഇരിക്കും. സ്ത്രീകൾ വീട്ടിൽ മീനിറക്കുന്നതോ മത്സ്യം ഇന്ന് അയലയാടി കിട്ടിയത് മൊബൈൽ ഇതാ ഇങ്ങനെ ചെവിരിക്കുക, എന്നാ അയല. ചെറുപ്പക്കാര് പള്ളിയുടെ ബാത്റൂമിൽ പോയാൽ ഒരു വലത്തേക്കയുടെ ഒരു വെള്ള സിബിലും ഇടത്തേക്ക് ഇങ്ങനെ മൊബൈലിലും. അത് ശരിയടാ ബാത്റൂമിലോ വെറുതെ പറയണമെന്നല്ല ഇത്. അവന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ ധൃതി, അല്ലേ? ആലോചിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് ഭൗതികമായ ലോകത്ത്. നമ്മൾ ഈ മൊബൈല് എപ്പോഴും ഫുൾ ടൈം നമ്മുടെ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊരു നിയന്ത്രണം ഞാനും നിങ്ങളും കൊടുത്തില്ലെങ്കിൽ അപകടമാണ്, വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. മരണ വീട്ടിൽ പോലും മയ്യത്തിനെ കിടത്തി പൊതിഞ്ഞ് പള്ളിക്കകത്ത് കൊണ്ടുവന്നപ്പോ മയ്യത്തിന്റെ വയറ്റിന്റെ കഫം പൊതിഞ്ഞു വെച്ച് വയറ്റിന്റെ ഉസ്താദ് ചോദിച്ചത് ആ മയ്യത്ത് അനങ്ങുന്നുണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് അടക്കിയിരുന്നെങ്കിൽ എന്തിനാ? മോൻ പറഞ്ഞു ഉസ്താദെ അത് ജീവനുള്ളതല്ല, എന്റെ മൊബൈല് വൈബ്രേഷനാണ്. ഉസ്താദ് പെട്ടെന്ന് പുതിയാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കുനിഞ്ഞിന്ന് ഇങ്ങനെ കെട്ടിക്കൊണ്ടുന്ന മൊബൈൽ അങ്ങ് വീണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എടുക്കണ്ട, പാപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിട്ട് വിളിച്ച് പറയട്ടെ. ഇതെന്റെ പ്രിയപ്പെട്ട ആലോചിച്ച് നോക്കുക. മരണ വീട്ടിൽ മയ്യത്ത് പൊതിയുമ്പോ വരെ അത്രയ്ക്ക് ലാഘവത്തോടു കൂടിയില്ലേ നമ്മൾ ആലോചിക്കും. വെറും ലാഘവത്തോടു കൂടി ചെയ്യാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവർ, എല്ലാ സകല ആൾക്കാരും അതിനു വേണ്ടി ഉപയോഗം. പിന്നെ പക്ഷെ പലർക്കും പറഞ്ഞുകൂടെ, ഗൾഫിൽ നിന്ന് വാപ്പമാ പിന്നെ മക്കൾ വരുമ്പോ ആദ്യം വാപ്പാക്ക് നീളമുള്ള മൊബൈല് വാങ്ങിച്ചു. പാപ്പ ഉടനെ കടയിൽ വന്നിട്ട് കോയാക്കാട് പറയടാ മോൻ കൊണ്ടുവന്നതാ അടിപൊളി മൊബൈലാണ്, സെറ്റപ്പാന്നൊക്കെ പറയും. ഉടനെ ഇതൊന്ന് ഓണാക്കാൻ നല്ലതുപോലെ അറിഞ്ഞുകൂടാ, ഓഫ് ആക്കാൻ അറിഞ്ഞുകൂടാ, കോള് വരുമ്പോ എടുക്കാൻ മാത്രം അറിയും. അതുകൊണ്ട് ആദ്യമായിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ് എന്താ പറയാ? സഫുകൾ നേരെയാക്കുക, മൊബൈൽ ഓഫ് ആക്കുക. എല്ലാ ഉസ്താദുമാരും പറയും. പറഞ്ഞില്ലെങ്കിൽ അന്ന് അവിടെ ബഹളമാണ്. ഇപ്പാവാക്ക് ഇത് ഓഫ് ആക്കാനും പറഞ്ഞൂടാ. ഉസ്താദ് എങ്ങനെ പള്ളിയൊക്കെ നിശബ്ദമായി എന്ന് പറഞ്ഞ് സൂറത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോ പാപ്പാരെ മൊബൈലിൽ ഉമ്മാമ വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാം, പള്ളിയിൽ പോയതല്ലേ, മൊബൈലും കൊണ്ട് പോയല്ലേ, കിട്ടുമോന്നറിയാലോ. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഉപ്പാവരെ മൊബൈലിൽ പെണ്ണേ പെണ്ണേ നീ എന്റേതല്ലേ പാട്ട് കേൾക്കാൻ. ഉടനെ മോദി മാമ അല്ലോ പള്ളിക്കകത്തും പെണ്ണ പടച്ചു. നോക്കുമ്പോ ഇയാള് മൊബൈലിന്റെ മണ്ടേ കേറി നിൽക്കാണ്. ഇത് ഓഫാവണല്ല സംഭവം. ചൈന സെറ്റാണ്, ഹൗദി കിടന്നാലും വലിയ കേട്ടോണ്ടിരിക്കും, ഓഫാവൂല. അങ്ങനെ ഇതിന്റെ മണ്ടേ കയറി നിൽക്കാണ്, ഇത് ഓഫാവുന്നില്ല. അവസാനം ഉസ്താദ് ഈ ശബ്ദമെല്ലാം അവിടെ കേട്ട് പള്ളിക്കകത്ത് ആകെ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് എക്കോ ആണല്ലോ മൊത്തം ഇങ്ങനെ കേട്ടു. ഉസ്താദിന്റെ സൂറത്തും തെറ്റി. ഉടനെ പുറകിൽ ഒരാള് ഉണർത്തി കൊടുക്കണമല്ലോ. ഉടനെ അപ്പുറത്ത് നിന്ന് ഇപ്പാ പറഞ്ഞിടേ അത് ഈ സൂറത്തിലല്ല അടുത്ത സൂറത്തിലാണ്. ആകെ ഒരുത്തനാണെങ്കിൽ എന്ത് ചെയ്യാം? പള്ളിക്കകം വെള്ളിയാഴ്ച അത് എത്ര നല്ല തഖ്വയോട് ഉസ്താദ് അലി റളിയല്ലാഹു അൻഹു ചരിത്രമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹുത്തുബയൊക്കെ ഓതി കരഞ്ഞുകൊണ്ട് നിസ്കാരം തുടങ്ങിയതാ. അവസാനം ഓരോരുത്തരെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോക്ക് തുടങ്ങി. താമസിച്ച് വരുന്ന കുറെ ചെറുപ്പക്കാർ പറഞ്ഞാ ഇന്ന് ആ പള്ളി നിസ്കാരമല്ല, അവിടെ ഗാനമേളയാണെന്ന് ഉസ്താദിന്റെ പാട്ടം കേൾക്കുന്നത്, നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ എത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ. ഇത് മരണ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ബഹളം, അതുപോലെ നിസ്കാരം തുടങ്ങുമ്പോ ബഹളം, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ പാട്ട്. പിന്നെ അവസാന ചെറുപ്പക്കാരൊക്കെ സുജൂദിൽ പോകുമ്പോഴാണ് മൊബൈൽ അളയാ പിന്നെ വിളി ഞാൻ നിസ്കാരത്തിലാണ് അത്തയ്യാത്ത് പോകുമ്പോൾ ഇങ്ങനെ പറയും. കാരണം ഇത് പള്ളിക്കകത്ത് നിരന്തരം ഇങ്ങനെയായി. സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പഴയകാലത്ത് സഹോദരിമാർക്ക് മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് പേടിയായിരുന്നു, ലജ്ജയാണ്. എങ്ങനെ ഞാൻ വലിയക്കല്ലേ പടച്ചോരി എന്ന് പറഞ്ഞാൽ പോവാണ്. ഇന്ന് ജംഗ്ഷനിൽ പോയി നിന്നാ 4 മൊബൈലും 7 പോക്കറ്റും 10 മെമ്മറി കാർഡ് 24 സിമ്മും ആയിട്ടാണ് നടക്കുക. മൊബൈലിൽ പോയി ഹലോ ജംഗ്ഷനിലേക്ക് പറഞ്ഞിക്കാവുന്ന
ആരോട് സംസാരിക്കും? ഒരറപ്പുമില്ല പെൺകുട്ടികൾക്ക്. 14 വയസ്സും 15 വയസ്സും മുതൽ അവിടെ നിങ്ങോട്ട് 90 വയസ്സുള്ള തള്ളമാർക്ക് വരെയും അതിനൊരു അറപ്പില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ, അന്യപുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ മുഴുവനുമുണ്ടല്ലോ, ഭർത്താവറിയാതെ സംസാരിച്ചു പോരെ മുഴുവൻ സംസാരങ്ങളും അതാ നിന്റെ മൊബൈലിനകത്തിരുന്ന് ക്ലിപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഇന്ന് ചൈന കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ മൊബൈലിലൂടെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതാര് കേൾക്കണ്ട, ആരും അറിയണ്ട. എന്റെ മൊബൈൽ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ അകത്തിരുന്ന് ഞാൻ ഇന്ന് വരെ സംസാരിച്ച സംസാര സകലങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആരും അറിയണ്ട. കടയിൽ കൊണ്ട് കൊടുത്താൽ 10 മിനിറ്റത്തെ കേസ്. നമ്മൾ ഇന്ന് വരെ സംസാരിച്ചത് മുഴുവനും. അങ്ങനെയാണെങ്കിൽ സകലതും പൊളിയും. സഹോദരിമാരെ ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എത്ര മണിയാണെന്ന് ആലോചിച്ച് നോക്കി. 9:25 അല്ലെങ്കിൽ 9:30 അല്ലെങ്കിൽ 9:20. ഈ സമയത്ത് ഞാൻ എന്റെ മൊബൈൽ ഓഫാക്കി വെക്കുകയാണെന്ന് കരുതിക്കോ. ഓഫാക്കി വെക്കുന്ന മൊബൈൽ 9:30 ഞാൻ ഓഫാക്കുന്ന മൊബൈൽ 10:30 ഞാൻ ഓണാക്കുക. 10:30 ഓണാകുമ്പോ ഈ മൊബൈലിൽ എത്ര മണിയാവണം? 9:30 ആകാവൂ. കാരണം ഓഫാക്കി വെച്ചിരുന്ന സാധനമാണ്. 9:30 ഓഫാക്കിയതാണ്. അപ്പൊ ഇനി ഓണാക്കുമ്പോൾ 9:30 ആവാവൂ. പക്ഷെ 10:30 ഞാനത് ഓണാക്കുമ്പോ അതിനകത്ത് 10:30 അപ്പൊ ഇത് ജീവനില്ലാതെ ഓഫാക്കി വെച്ചിരുന്ന സെറ്റിനകത്ത് ടൈം പ്രവർത്തിച്ചിരിക്കുകയാണല്ലോ അല്ലേ? സംഭവം ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ചിലപ്പോ ഇതിനകത്ത് റെക്കോർഡിങ്. സഹോദരിമാര് പറയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കൂടെ കൊണ്ടു നടക്കാൻ വരെ പറ്റൂലല്ലോ, പടച്ചോ എല്ലാം പൊളി. നിങ്ങൾ എന്താ കരുതിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോ ഈ ഒരു കാലയളവിൽ ഇത് വന്നപ്പോ നിങ്ങൾക്ക് പേടിയായില്ലേ? പഴയ കാലത്തൊക്കെ റക്കീബ് അത്തീത് നിങ്ങൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് പോലും പഴയ കാലത്ത് നാം സംസാരിച്ച ഈ മൊബൈലിനകത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അത് മുഴുവനും അതായി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു വാക്ക്